ഇന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വെറൈറ്റി മുട്ട റോസ്റ്റ്. തവ നല്ലോണം ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയും നല്ല രീതിയിൽ ചൂടായിട്ട് വരണം. അതിലേക്ക് നമ്മളൊരു മുട്ടയെ പൊട്ടിച്ച് അതിലേക്ക് കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കതൊരു നമ്മൾ പറയുമല്ലോ മുട്ട ഉപ്പേരി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. അപ്പം നമ്മുടെ ഈ മുട്ട റോസ്റ്റിൽ മുട്ട ഉപ്പേരിയും ഉണ്ട്, അതായത് മുട്ട സ്പ്രിങ്കിൾ ചെയ്തതുമുണ്ട്, അതേപോലെ തന്നെ മുട്ട ബോയിൽ ചെയ്തതുമുണ്ട്, രണ്ടും ഉണ്ട്. ഒരു 3 മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. നമുക്ക് ഇനി ചപ്പാത്തിയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഇങ്ങനെ എന്തിൻ്റെ കൂടെയോ നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ടേസ്റ്റുള്ളൊരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു മുട്ട റോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ സ്പ്രിങ്കിളായിട്ട് കിട്ടണം. നമ്മൾ ചൂട് എണ്ണയിൽ ഇട്ടുകൊണ്ട് ആ എണ്ണയുടെയും കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ഉപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും എല്ലാം ഇപ്പോൾ ആ സ്പ്രിങ്കിൾ ചെയ്തതിലുണ്ടാവും. ഇനി നമ്മൾ ഈ സ്പ്രിങ്കിൾ ചെയ്ത് വറുത്ത് കോരി വെച്ചിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് വേണം. ഇത് ഉള്ളിയും തക്കാളിയും അങ്ങനെ കുറച്ച് ഐറ്റംസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു തവ വെച്ച് അതിൽ ചൂടായി വരുമ്പം നല്ലതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വീണ്ടും നല്ല രീതിയിൽ ചൂടായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ഗാർലിക്ക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗാർലിക്ക് മൂത്തൊരു സ്മെല്ല് ഇങ്ങനെ വരണം. ഈ ഗാർലിക്ക് മൂത്ത് ഇങ്ങനെ വരുമ്പം അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഇടുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാൻ ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അതൊന്ന് വാടിക്കിട്ട് ആ ഓയിലിലേക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഒനിയൻ നമ്മളെടുത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചു. ഇതൊരു ഹാഫ് ഒനിയനാണ്. ഹാഫ് ഒനിയൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു ഹാഫ് ഒനിയൻ എടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ബ്രൗൺ കളർ ആവിയതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ കൈയെടുക്കാൻ പാടൂ. നല്ലപോലെ വഴറ്റിയതാണ് ഈ ബ്രൗൺ കളറാകുമ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം. കുറച്ചൊന്നുമില്ല, ഒരു ഹാഫ് ടൊമാറ്റോയെ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളൂ. ഈ ടൊമാറ്റോയും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് വാടി വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസായ ചില്ലിയും അതേപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ആ മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ കറിവേപ്പില ഇട്ട സമയത്ത് തന്നെ കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് തന്നെ നമുക്ക് അവിടെ അപ്പം തന്നെ ഉണ്ടായിട്ടുണ്ടാവും. ഈ സ്മെല്ലൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മളിതിലേക്ക് ചില്ലി പൗഡറോ അല്ലെങ്കിൽ മറ്റേ എന്ത് പൗഡറാണെങ്കിലും ആഡ് ചെയ്യാൻ പാടും. ഇതിനൊക്കെ ശേഷം നമ്മളൊരു ഹാഫ് സ്പൂണ് മതി, ഹാഫ് സ്പൂണ് ചില്ലി പൗഡർ അതിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ചില്ലി പൗഡറിൻ്റെ കൂടെ തന്നെ ആ ടൈമിൽ തന്നെ നമ്മളൊരു ഹാഫ് സ്പൂണ് ടൂമറിക് പൗഡറും ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് അത് നല്ലപോലെ അപ്പോഴും ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും നമുക്ക് അതിൽ നിന്ന് വരുന്നുണ്ടാവാം, നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു സ്മെല്ല്. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി സ്പ്രിങ്കിൾ ചെയ്ത എഗ്ഗിലിട്ടിട്ടുണ്ട്, വീണ്ടും നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അത് നല്ലതുപോലെ വഴറ്റണം, അതായത് നമ്മൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ. അതിനുശേഷം നമ്മൾക്കതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഒരു ഹാഫ് സ്പൂണല്ലേ നമ്മൾ ചില്ലി പൗഡർ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാഫ് സ്പൂൺ തന്നെ പെപ്പർ പൗഡർ ഇട്ട് അതിനുശേഷം നമ്മൾ ഗരം മസാലയുടെ ഈ മിക്സും കൂടി അതിലേക്ക് ഇടുമ്പം ശരിക്കും നമ്മൾ പറയുന്നത് ചിക്കൻ മസാല സ്മെല്ല് വരും. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് നമ്മുടെ മല്ലിയില ഇടാണ്. മല്ലിയില ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പം നമ്മൾ നേരത്തെ സ്പ്രിങ്കിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ എഗ്ഗും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യാം. ആ മസാലയും ഈ എഗ്ഗും ഒരേപോലെ ആവുന്ന രീതിയിൽ, കളറൊക്കെ ഒരേപോലെ ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് ഒരു കറിയായിട്ട് മാറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആക്കി മാറ്റാം. എന്നിട്ട് അവരെ ആ ബന്ധം ഒന്നും കൂടി ഹാർഡാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരണം. നമ്മൾ ഒഴിച്ച് തേങ്ങാപ്പാൽ വറ്റിയിട്ട് അതിലേക്ക് എല്ലാത്തിലേക്കും ആ തേങ്ങാപ്പാലിൻ്റെ എസൻസ് എത്തിയതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള 2 എഗ്ഗ്, ഞാൻ പറഞ്ഞു 3 എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്, അതിലെ 2 എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് നമ്മൾ പുഴുങ്ങിയിട്ട് തോടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ളൊരു ടൊമാറ്റോയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പർ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ അപ്പത്തിൻ്റെ കൂടെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുക.